എന്റെ പൊണ്ണിനെ ഏറ്റാനാണോ? ആയി പട എല്ലാരോടും ആയ്. അങ്ങനെ യാച്ചും വിനോദപ്പം ജുൽമാം എല്ലാം കൂടി ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോകാൻ ഇരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ കൂടുതൽ യാച്ചുവിനെ കൊണ്ടുവന്നു കേട്ടോ. ചേച്ചിയും അച്ഛനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യാച്ചു മാത്രമാണ് വന്നത്. അവർ പിന്നെ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവനിങ്ങ് വന്നു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായി കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവരെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നത്. പക്ഷേ ഇവരെ ഞങ്ങൾ തിരിച്ച് ഊബറിലാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. ഒത്തിരി തിരക്കായിരുന്നു. ഞങ്ങൾ ബാനസവാടിയിലാണ് ഇവർ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. എല്ലാ വട്ടവും ഈ ട്രെയിനിൽ വന്നു കഴിയുമ്പോൾ ബാനസവാടി സ്റ്റേഷനിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഊബർ വന്നായിരുന്നേ. അപ്പം ഞങ്ങൾ പിന്നെ വണ്ടിയിലെല്ലാം പെട്ടി എടുത്ത് വെക്കുന്നത് ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം കുറേ പെട്ടി ഇവരുടെ ഉണ്ടായിരുന്നു. 2 പെട്ടിയും പിന്നെ നമ്മുടെ കാർട്ടൂണിനകത്തിൽ കുറേ സാധനവും ബാഗ് പ്രത്യേകം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പെട്ടിയാണെങ്കിൽ ഭയങ്കര വലിയതായതുകൊണ്ട് ഈ കാറിനകത്തിലിരിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഡ്രൈവർ ചേട്ടൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എല്ലാം തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ യാച്ചു ആണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ല. ഇവർ പറഞ്ഞു പൊടിയായതുകൊണ്ട് കാറിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് കയറ്റി വിട്ടത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടറിൽ പതിയെ ഇവരുടെ പുറകിനാണ് പോയത്. പക്ഷേ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും സ്പീഡിലങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂട്ടിൽ പോകുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വഴികളിലൊക്കെ കൂടെ എളുപ്പം പോയി എളുപ്പം അങ്ങ് എത്താൻ പറ്റും. കാറിലാകുമ്പം അവർ വേറെ വഴി കൂടെ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കുമായിരുന്നു. അപ്പം ഞങ്ങളെത്തി കുറേ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇവരെത്തിയത് കേട്ടോ. അപ്പോൾ വഴി വെച്ച് യാച്ചു ഭയങ്കര ബഹളമായിരുന്നു. കാരണം ഇവൻ ഒത്തിരി ഈ വണ്ടിക്കകത്തിലിരുന്ന് ഒത്തിരി ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവർ വന്ന ഉടനെ ഞാൻ യാച്ചുവിനെ എടുത്ത് റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അപ്പോഴാണ് ഒന്ന് സമാധാനമായത്. കാരണം വണ്ടിക്കകത്തിരുന്ന് അവൻ ഒത്തിരി സഫക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലെത്തി വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവനൊന്ന് കൂളായത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്ത് റൂമിനകത്തോട്ട് വെക്കുന്നത് അതിനേക്കാൾ വലിയ ടാസ്ക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇത്രയും പെട്ടി എടുത്ത് വെക്കുന്നത് ഭയങ്കര സീനായിരുന്നു കേട്ടോ. പിന്നെ ഗ്ലോറിക്കാണെങ്കിലും വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു ആകെ ഇതെല്ലാം എടുത്ത് വെക്കാൻ. ശരിക്കും ഞങ്ങൾ പാടുപെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു ഇവരെങ്ങനെ ഇത്രയും സാധനം കൊച്ചിനെയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന്. പിന്നെ നാട്ടിൽ നിന്ന് അവരെല്ലാവരും കയറ്റി വിട്ടായിരുന്നെങ്കിലും ട്രെയിനിനകത്തൊന്നും എടുത്ത് വെച്ചത് ശരിക്കും ഒരു പാടുപെട്ട് കാണും കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് അതിനൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും വിനോദപ്പയും കൂടി ഈ പെട്ടി എടുത്ത് വെക്കാൻ ശരിക്കും പണിപെട്ട് കേട്ടോ. വിനോദപ്പം വന്നപ്പോൾ തൊട്ട് എന്നെ കളിയാക്കുമായിരുന്നു. ഓരോ സാധനങ്ങൾ ചുമ്മാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും കുറേ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ മീറ്റല്ല ഫിഷ് കൊണ്ടുവരാറുണ്ട് കേട്ടോ. മീറ്റ് ഡക്ക് ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഫിഷ് കൊണ്ടുവരും കേട്ടോ. ഇങ്ങനത്തെ നമ്മുടെ ഐസ് ബാഗ് ഉണ്ടല്ലോ, അതുപോലത്തെ ബാഗുണ്ട്. അതിനകത്തിലിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തണുപ്പ് മാറത്തേയില്ല. ഞങ്ങൾ 2 ദിവസം നല്ലതായിട്ട് ഫ്രീസ് ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്ത ഫിഷിനെ നമ്മൾ നല്ലതായിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ ഫിഷ് മാത്രമല്ല നമ്മൾ തേങ്ങ പീരയില്ലേ, നമ്മൾ തേങ്ങ തിരുമ്മിയത്, അതും ഇങ്ങനെ ഫ്രീസാക്കി കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഈ ഒരു ബാഗ് ഞങ്ങൾ മേടിച്ചത് നമ്മുടെ ലുലുന്നായിരുന്നു കേട്ടോ. ഇതാകുമ്പം തീരെ ഫ്രീസ് ആയിട്ടിരിക്കുന്നത് മാറത്തുമില്ല, നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാ വട്ടവും ഇങ്ങനെ ഫിഷ് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് അധികം ഫിഷ് മേടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കൊണ്ടുവരുന്നത്. പിന്നെ ഇത്രയധികം അജിയോടെ കവർ കാണുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കായിരിക്കും അല്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടുന്ന് ഇത്രയും അജിയോടെ കവറെന്ന്. ഞങ്ങൾ എല്ലാ വട്ടവും ഇങ്ങനെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് അജിയോടെ ഇങ്ങനത്തെ കവറിനകത്തിലായിരിക്കും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ചേച്ചി അജിയോ എന്നാണ് എപ്പോഴും ഓർഡർ ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുന്നത് അജിയോ എന്നാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഇതെല്ലാം ചേച്ചിയുടെ ഓർഡറാണ് കേട്ടോ. ഒന്നും ഞാൻ മേടിച്ചതോ ഗ്ലോറി മേടിച്ചതോ അല്ല, എല്ലാം ചേച്ചി ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പിന്നെ ഫിഷ് ആണെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ സിമ്പിളായിരുന്നു. അപ്പോൾ പിന്നെ ഓരോ വട്ടം യൂസ് ചെയ്യേണ്ടത് എടുത്താൽ മാത്രം മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പെട്ടിയെടുത്ത് തുറക്കാമെന്ന് കരുതി വന്നപ്പോഴത്തേക്ക് യാച്ചു ആണെങ്കിൽ അവിടെ നിന്ന് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ആ പെട്ടിയുടെ മണ്ടയ്ക്ക് തൂത്തോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിലാണ് ഇവനെ പിടിച്ചു കെട്ടി ഞാൻ പെട്ടി തുറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഇവൻ അതിൻ്റെ മേളിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു. പിന്നെ അവനെ അതിനകത്തിലിരുത്തി കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പണിപ്പെട്ടിട്ടാണ് കേട്ടോ ഈ പെട്ടി ഒന്ന് താത്തിട്ടത് തന്നെ. കാരണം ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പെട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റ്. കാരണം കുറേ സാധനങ്ങളുണ്ടായിരുന്നത് ഈ പെട്ടിക്കകത്തിലായിരുന്നു. പിന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസും സ്നാക്സും മാത്രമേ ഉള്ളൂ. അത് വേറൊരു കാർട്ടൂണിനകത്തിൽ. അതാണെങ്കിൽ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ പാക്ക് ചെയ്യിപ്പിച്ചെടുത്തതായിരുന്നേ. ഈ ഒരു പെട്ടിയിൽ നിറയെ നമ്മുടെ അല്ലാത്ത സാധനങ്ങളും പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് ഡ്രസ്സും ജൂൽമാമയുടെ ഡ്രസ്സും ഒക്കെ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി ഒരു സൈഡ് ഫുള്ള് നമ്മുടെ കൊണ്ടുവരാനുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. ഈ പെട്ടി അങ്ങോട്ട് തുറന്നു യാച്ചു ഓടിപ്പോയിട്ട് അതിനകത്തുനിന്ന് അവൻ്റെ ഷൂ എടുത്തു കേട്ടോ.
അവൻ്റെ ഷൂ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഞാൻ ചെയ്യുന്നതിന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകിന് വന്ന് നിന്നെയാണ്. പക്ഷെ അവൻ മൊത്തം അലിച്ചു പറിക്കുമായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം കൊണ്ട് ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. പക്ഷേ ഇവനാണെങ്കിൽ എന്നെ തീരെ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഞാൻ എന്തോ എടുത്താലും അവനത് വേണം. അവനാണെങ്കിൽ അവസാനം ഒന്നും സമ്മതിക്കാഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഒരു കിടപ്പൊക്കെ കിടന്ന്. അതാകുമ്പോൾ പിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ലല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ അവൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഓരോന്ന് എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇവൻ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവൻ അപ്പം അത് വേണം. അവൻ അങ്ങനെ ഒരു ചട്ടമ്പി കൊച്ചനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു സിസർ എടുത്ത് ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് കരുതിയപ്പോഴത്തേക്ക് അവൻ ആ സിസർ അപ്പം തന്നെ വേണം. ഈ സിസറും പിച്ചാത്തയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞേടാ ഞാൻ എൻ്റെ കൂട്ടത്തിലിരുത്തി ചെയ്യിപ്പിക്കാൻ തന്നെ അവൻ അതൊക്കത്തില്ല. അവൻ ആ സിസർ സ്വന്തമായിട്ട് വേണം. എന്നിട്ട് ഇവൻ വഴക്കടിച്ച് ബഹളം വെച്ചപ്പോൾ പിന്നെ ഞാൻ എന്നാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊടുത്തു കേട്ടോ. ഇവനിത് കൊടുത്തു കഴിയുമ്പോൾ ഇവൻ അറിയത്തില്ല എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പോലും. എന്നിട്ട് പിന്നെയും ചുമ്മാ അതൊക്കെ അതിട്ടിട്ട് ഓരോന്നൊക്കെ കുത്തുകയും ഒക്കെ ചെയ്യുന്ന അവസാനം ഈ നമ്മുടെ പെട്ടി അവൻ കുത്തി പൊട്ടിച്ചേട്ടോ. കുറേ അവൻ കുത്തി ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുത്തരുത് മാമ, അതൊന്നും വേണ്ട, കുത്തണ്ട. ചേന പറയുമ്പോ മുറിച്ചാ മതി, അതിന് മുന്നേ മുറിക്കണ്ട കേട്ടോ. ആ ഓക്കെ. ഇതെന്തുവാ ഇത്? ആനയോ? കപ്പ കപ്പ. യാച്ചൂന്റെ പരുവത്തിലൊരു കപ്പ വേണോ? ആ മാങ്ങ, മൂവണ്ട മാങ്ങ, കൊഞ്ചു മാങ്ങ ഉണ്ടാക്കാൻ, കൊഞ്ചു മാങ്ങ ഉണ്ടാക്കാൻ കൊണ്ടുവന്നതാ. അവന്റെ അരി പൊട്ടിച്ച് ഇന്ന ഇത് കൊണ്ടുവയ്ക്കും. വടി എടുത്തോളൂ. യാച്ചൂന് 2 അടി തരും. ഇത് കാണുമ്പോ പ്രിങ്കിൾസ് ആണെന്ന് വിചാരിക്കില്ല കേട്ടോ. പ്രിങ്കിൾസ് അല്ല, ഉണക്കക്കൊഞ്ച. ഇത് കൊഞ്ചു മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണേ. ഇത് കാണുന്നുണ്ടോടി? ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കേട്ടോ. ഇവര് വീട് അടച്ചിട്ട് വന്നല്ലേ, അപ്പൊ ഉള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നേ. പേരക്ക, അത് വേണ്ട. ബാംഗ്ലൂരിലെ ആപ്പിൾ. എന്താ യാച്ചു ഇത്? ആപ്പിള് കണ്ടോ, കൊച്ചിനറിയാം. എന്നാ യാച്ചു ആപ്പിള് കടിച്ചല്ലേ, കഴുകിയില്ല കേട്ടോ. ആപ്പിള് കൊച്ചിനായിട്ട് ആപ്പിൾ കേട്ടോ. ബാംഗ്ലൂരിൽ ആപ്പിൾ ഇല്ലാത്തതല്ല, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആപ്പിളെല്ലാം. ജൂലിമാൻ പറഞ്ഞത് മരത്തിലുണ്ടായതാന്ന് പറയാൻ. ഈ ആപ്പിൾ ഓരോ മരത്തിലുണ്ടായതാ കേട്ടോ. എന്നാ ആപ്പിൾ കൊടുക്കും. അച്ചായിക്ക് കൊണ്ട് കൊടുത്തിട്ടോ. അച്ചായി കൊടുത്തേക്ക്. ഇനി എന്താ അടുത്തത്? ഇത് 2 കുപ്പി. ഇത് 2 കുപ്പിക്കകത്ത് മുട്ടയാണ് കേട്ടോ. മുട്ട ഞങ്ങൾ നാട്ടിൽ വരുമ്പോ നമ്മുടെ കോഴിമുട്ട കൊണ്ടുവരും കേട്ടോ. കോഴിമുട്ട താറാമുട്ട എല്ലാം കൊണ്ടുവരും. ഇത് കോഴിമുട്ട കൊണ്ടുവരും. ഇത് കോഴിമുട്ടയല്ലേ? ആ 2 ഉണ്ട് കേട്ടോ. കോഴിമുട്ട ഞങ്ങൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് പൊതിഞ്ഞോണ്ടാവുന്നത് കേട്ടോ കോഴിമുട്ടയെ. ഇതിനകത്ത് നിറച്ച് മുട്ടയാണ് കേട്ടോ. 2 വീട്ടിൽ നിന്നും കൂടി 2 കുപ്പിക്കകത്ത് മുട്ട കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എല്ലാം വെജിറ്റബിൾസ് ആണ്. വെണ്ടയ്ക്ക, ഇത് പീച്ചിങ്ങ, ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാ. അതെ, എൻ്റെ അപ്പൻ്റെ ഫാം ഹൗസിലെയാണ് ഇതെല്ലാം. ഞാനിവിടെ ഇട്ട് കാണിച്ചു. ഗുഡ് ബോയ്. അടുത്തത് നമ്മുടെ തേങ്ങയാണ്. തേങ്ങ. തേങ്ങ. എന്തോ ഇത്? തേങ്ങ. ഇതും തേങ്ങയാണ്. മണം ഉണ്ടോന്ന് നോക്കി തേങ്ങയ്ക്ക്. ഏട്ടെ ക്യാമറക്കകത്ത് കാണിച്ച് മണം ഉണ്ടോന്ന്
കാണിച്ചേ കാണിച്ചേ മണത്തെ മണമുണ്ടോ നോക്കിയോ ചേച്ചി നോക്കിയ മണമുണ്ടോ ഇതെടുത്തുക ആ അധികം എടുത്തതാ ചെയ്യാനായി ഇവിടെ എടുക്കാം ഇത് നമ്മുടെ ലോക്കിയാകട്ടെ ഇത് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു ചേച്ചി വേണോ പിടിച്ചു പിടിച്ചു വെയിറ്റ് ആണേ സൂക്ഷിച്ച് പിടിക്കണേ വെച്ചേക്കാം ആ ഞാൻ ഒരു വട്ടം മതി 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 ഇനി അടുത്തത് നമ്മുടെ ആന്ധ്ര അരി കേട്ടോ ഇത് വിനോദം ഇപ്പൊ ആന്ധ്രയിൽ പോയിട്ട് നമുക്ക് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ആന്ധ്ര അരിയാണേ ആന്ധ്രയിൽ നിന്ന് തുടങ്ങാൻ ഇത് എത്ര കിലോ ഉണ്ട് തേങ്ങ ഇതും തേങ്ങ ആന 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 എനിക്ക് ആനയും ചേനയൊന്നും വേണ്ട അവിടെ കൊണ്ടുപോകും അടുക്കള കൊണ്ടുപോകും അടുക്കള അടുക്കള വെച്ചിട്ട് അവിടെ 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 തേങ്ങ പൊട്ടി പോകും കുഞ്ഞ് എടാ നിന്റെ ആന പൊട്ടു വന്നത് എന്തോ അത് ശരി കാണിച്ചു തരാം വിക്കി ഇത് നമ്മുടെ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ് കേട്ടോ ഇതൊരു 5 കിലോ ഒക്കെ ഉണ്ട് വിനോദ് ഇപ്പൊ ആന്ധ്രയിൽ നിന്ന് വിനോദ് ഫ്രണ്ട്സ് കൊണ്ട് കൊടുത്തേ അടുത്തത് ഇതെല്ലാം വെജിറ്റബിൾസ് ആണ് ഇതെല്ലാം വെജിറ്റബിൾസ് ആണ് കേട്ടോ വെണ്ടയ്ക്കായും വഴുതനങ്ങ നമ്മുടെ പയർ നീളം പയർ പിന്നെന്താ ഉള്ളത് ഇതും വഴുതനങ്ങ അതെല്ലാം ഉണ്ട് കേട്ടോ കുറെ ഉണ്ട് ഇതിനകത്തില് ഈ ഞങ്ങളുടെ ഇത്രയും വീഡിയോ കണ്ടവർ വിചാരിച്ചു ഇതിനു വേണ്ടി അജിയോടെ കവർ ഇടുന്നതല്ലയോ ഇതെല്ലാം അവിടെ ചേച്ചി ഓർഡർ ചെയ്ത സാധനങ്ങളുടെ കവറാണ് കേട്ടോ ഞങ്ങൾ എല്ലാ വട്ടം നാട്ടിൽ നിന്ന് വരുമ്പോഴും അജിയോടെ കവർണത്തിലാണ് കൊണ്ടിരുന്നത് അജിയോയിൽ ഇതിനു വേണ്ടി സാധനം മേടിക്കുന്ന ഒരാൾ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഇനി അടുത്തത് നമ്മുടെ അമൃതം പൊടിയാണ് കേട്ടോ അമൃതം പൊടിയുടെ 2 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ശരിക്കും ഞങ്ങൾക്കല്ല ഇത് വിനോദപ്പയ്ക്ക് ആന്ധ്രയെ കൊണ്ടുപോകാൻ കേട്ടോ പ്രത്യേകം പറഞ്ഞ എന്റെ 2 അമൃതം പൊടിയാണ് ഇത് വിനോദപ്പയ്ക്കുള്ളത് ഞങ്ങൾക്കുള്ളതല്ലേ വിനോദപ്പ ഇതുവഴി ആന്ധ്രയ്ക്ക് പോവാ അപ്പം അവിടത്തേക്കുള്ള അമൃതം പൊടിയാണ് അടുത്ത എന്റെ ക്രീമാണ് ഇത് ഞാൻ കഴിഞ്ഞ വട്ടം നാട്ടിപ്പോ മറന്നു വെച്ചിട്ടുണ്ട് എനിക്ക് സൺസ്ക്രീൻ ആയിരുന്നു അപ്പൊ ഞാനിത് കൊടുത്തു വിടാൻ പറഞ്ഞു അത് കൊടുത്തു വിട്ടാണ് പിന്നെ ഇത് നമ്മുടെ പനങ്കൽക്കണ്ടം ഇത് ഞങ്ങൾക്കല്ല ഇത് ഞങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പനങ്കൽക്കണ്ടം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഓമയ്ക്കയാണ് ഇത് പല നാട്ടിൽ പല പേരാ കപ്പളങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഓമയ്ക്ക ഞങ്ങൾ അവിടെ ഓമയ്ക്ക എന്നാ പറയുന്നത് ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ധനുവിന് എരിശ്ശേരി വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് പ്രത്യേകം കൊണ്ടുവന്നതാണ് ഓമയ്ക്ക അവർക്ക് വേണ്ടി പ്രത്യേകം എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഓമയ്ക്കാണ് ഇനിയുണ്ട് കേട്ടോ ഇതിനകത്ത് വേറെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ അവിടെ ഉണ്ടായത് കേട്ടോ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അനിയന്റെ വീട്ടിലുണ്ടായതാണ് ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളും അപ്പുറത്തും ആണല്ലോ അപ്പം എന്തോ കിട്ടിയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ആർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അപ്പം നമ്മുടെ അപ്പയുടെ അനിയന്റെ വീട്ടിൽ സായിച്ചാര വീട്ടിലുണ്ടായ ഓമയ്ക്ക കേട്ടോ ഞങ്ങൾ വരുന്നതിന് അവിടെ നിന്നാണ് ഓമയ്ക്ക എടുത്തത് പിന്നെ അടുത്തത് അടുത്തത് നമ്മുടെ മാങ്ങയാ കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലാണോ ഇത് ഞങ്ങളുടെ വീടിന്റെ വാതിക്കെ മാവുണ്ട് കേട്ടോ അവിടുത്തെ മാങ്ങയാണ് ഇത് നിറയെ മാങ്ങയാണേ കാഴ്ചയുള്ളത് ഇത് നിറയെ മാങ്ങ ഇത് ഭയങ്കര പുളിയാ കേട്ടോ ഭയങ്കര പുളിയുള്ള മാങ്ങയാണേ ഇത് ഭയങ്കര പുളിയാ കേട്ടോ
പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരവുമാണ്, നല്ല ടേസ്റ്റാ പഴുത്ത് കഴിഞ്ഞാൽ കേട്ടോ. പക്ഷെ പഴുക്കുന്ന ഇച്ചിരി പാടാണ്, കാരണം പുഴു തോറും എളുപ്പമുണ്ട്. പക്ഷെ ഇത് അച്ചാറിടാനൊക്കെ നല്ല ബെസ്റ്റ് മാങ്ങയാണ്, അടിപൊളി മാങ്ങ കേട്ടോ. ഇതെല്ലാം നമ്മുടെ അവിടെ ഉണ്ടായത് കേട്ടോ. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അനിയന്റെ വീട്ടിലുണ്ടായതാണ്. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളും അപ്പുറത്തും ഇപ്പുറത്തും ആണല്ലോ. അപ്പം എന്തോ കിട്ടിയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, ആർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പം നമ്മുടെ അപ്പയുടെ അനിയന്റെ വീട്ടിൽ സായിച്ചാരെ വീട്ടിലുണ്ടായ ഓമയ്ക്ക കേട്ടോ. ഞങ്ങൾ വരുന്നതിന് അവിടെ നിന്നാണ് ഓമയ്ക്ക എടുത്തത്. പിന്നെ അടുത്തത് അടുത്തത് നമ്മുടെ മാങ്ങയാ കേട്ടോ. ഇത് ഇത് ഞങ്ങളുടെ വീട്ടിലാണോ? ഇത് ഞങ്ങളുടെ വീടിന്റെ വാതിക്കെ മാവുണ്ട് കേട്ടോ. അവിടുത്തെ മാങ്ങയാണ് ഇത്. ഇത് നിറയെ ആ മാങ്ങയാണേ. കാഴ്ചയുള്ളറിയോ? ഇത് നിറയെ മാങ്ങ. ഇത് ഭയങ്കര പുളിയാ കേട്ടോ, ഭയങ്കര പുളിയുള്ള മാങ്ങയാണേ. ഇത് ഭയങ്കര പുളിയാ കേട്ടോ. പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരവുമാണ്, നല്ല ടേസ്റ്റാ പഴുത്ത് കഴിഞ്ഞാൽ കേട്ടോ. പക്ഷെ പഴുക്കുന്ന ഇച്ചിരി പാടാണ്, കാരണം പുഴു തോറും എളുപ്പമുണ്ട്. പക്ഷെ ഇത് അച്ചാറിടാനൊക്കെ നല്ല ബെസ്റ്റ് മാങ്ങയാണ്, അടിപൊളി മാങ്ങ കേട്ടോ. അപ്പം ഈ പെട്ടിയിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കില്ലേ ഇതുകൊണ്ട് തീർന്നെന്ന്, കാരണം ഒരു 6-7 പെട്ടി സാധനങ്ങളാണ് അവർ കൊണ്ടുവന്നത്. പെട്ടിയും ബാഗും എല്ലാം കൂടി ചേർത്ത് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്തേക്ക് കൊള്ളാത്ത സാധനങ്ങളെല്ലാം കൂടി അവരൊരു കാർട്ടൂൺ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഫിഷും എല്ലാം കൂടി വേറൊരു തെർമൽ എന്താ മറ്റേ ചൂടൊക്കെ നിൽക്കുന്ന ഒരു ബാഗില്ലേ, അതുപോലത്തെ ഒരു ബാഗിനകത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയും ഉള്ളത് ഒരു കാർട്ടൂൺ ബോക്സ് ഉണ്ട്, ഞാൻ കാണിക്കണേ. അയ്യോ എന്തോ ചേച്ചത്, ശരിക്ക് തരാവോ? അടുത്ത ഈ പെട്ടി കേട്ടോ. ഇത് നമ്മള് പൊട്ടിച്ചു നോക്കാം. ഇത് ഇങ്ങനെ നമ്മൾ ന്യൂലാൻഡിൽ നിന്ന് റാപ്പ് ചെയ്തോണ്ട് വന്നതാണ് കേട്ടോ. ഇത് കയർ കെട്ടിയത് മാത്രം വിനോദപ്പയാണ്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ന്യൂലാൻഡിന്റെ സാധനം മാത്രം അവിടുന്ന് തന്നെ റാപ്പ് ചെയ്ത് നമുക്ക് തന്നെ. ഞങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാ ബേക്കറി ഐറ്റവും നമ്മൾ ന്യൂലാൻഡിൽ നിന്നാണ് മേടിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്നാണ് വർഷങ്ങളായിട്ട് മേടിക്കുന്നത്. പിന്നെ പപ്പയുടെ വിനോദപ്പിയുടെ ഒക്കെ ഫ്രണ്ടാണ് അതിന്റെ ഓണർ റജിയങ്ങള്. അപ്പം നമ്മളെപ്പോഴും അവിടെ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പം ഹരിപ്പാടും ആ ഏരിയയിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ന്യൂലാൻഡിൽ പോയി കാണും. ഹരിപ്പാടുള്ളവരെ പറ്റി ഉള്ളവരോട് ന്യൂലാൻഡിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എപ്പോഴും ഹരിപ്പാട് വരെ പോകുന്നുണ്ടെങ്കിൽ ന്യൂലാൻഡിൽ കയറി നോക്കട്ടോ. നല്ല അടിപൊളി സ്നാക്സ് ഒക്കെ കിട്ടും അവിടെ. മാർച്ചേനെ തുറന്ന് കാണിക്കട്ടെ. ഇതെല്ലാം നമ്മൾ ന്യൂലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കണ്ടോ? പൊട്ടിക്കല് കുഞ്ഞെ, പൊട്ടിക്കല്. ഏത്തക്ക ചിപ്സ്, കപ്പ വറുത്തത്, പിന്നെ ഈ ഒരു ബട്ടർ മുറുക്ക്. ഇത് സീരിയസ്ലി പറയാലോ ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ കൊച്ചിലെ തൊട്ട് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മുറുക്ക് ഇതാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുറുക്ക് ഇതാണ്, ന്യൂലാൻഡിന്റെ ബട്ടർ മുറുക്ക്. അടിപൊളി സാധനമാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കപ്പലിന് മിഠായി, കപ്പലിന് മിഠായി ആച്ചു എടുത്തു. താങ്ക് യു. കപ്പ വറുത്തത്, ചക്ക വറുത്തത്, മിക്സ്ചർ. ഇത് മുന്തിരി മിക്സ്ചർ ആട്ടോ. ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. നമ്മുടെ ഈ ഉണക്കമുന്തിരിക്ക ഇട്ടിട്ട്, കറുത്ത കളറിലെ ഉണക്കമുന്തിരിക്ക അതെല്ലാം ഇട്ടിട്ട് മിക്സ്ചർ, മിക്സ്ചറാണ്. പിന്നെ അവിടുത്തെ അവല് നനച്ചതും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് അൽവയാണ്, അൽവ. ഇത് നമുക്ക് വേണ്ടിയുണ്ട്, കൊടുക്കാനുള്ളതുണ്ട്, എല്ലാവർക്കും കൂടിയാണ് അത് കേട്ടോ അലുവ. ഇത് അലുവ. ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് അല്ല കേട്ടോ, ഞങ്ങൾക്ക് 1-2 പേർക്ക് കൊടുക്കാനുണ്ട്, അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മിക്സ്ചർ, പിന്നെ കുക്കീസ്. അവിടെ ഒത്തിരി വെറൈറ്റി കുക്കീസ് ഉണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഇപ്പം പല ഡിഫറെന്റ് ഫ്ലേവേഴ്സിൻ്റെ വെറൈറ്റി ഇടുന്നത്, കാഷ്യൂ, ബനാന, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു വട്ടം പോയി നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഒത്തിരി വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം, നല്ല
നല്ല അടിപൊളി ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എന്റെ ഫേവറേറ്റ് ആണ്. ആ യാച്ചു കാണിച്ചു കൊടുത്തേ. ആ അത് നമ്മുടെ മുറുക്ക് കേട്ടോ. അപ്പൊ ഈ ഒരു കാർട്ടൂൺ നിറയെ നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ ന്യൂലാൻഡിലെ സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എത്രമാത്രം അടിപൊളിയായിരിക്കും. നിങ്ങൾ വേറെ എങ്ങൊന്നും മേടിച്ചിട്ടില്ല, ന്യൂലാൻഡിൽ നിന്ന് മാത്രമേ സാധനം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അടിപൊളിയാണ് എല്ലാം കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങളല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതും പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ളതും കേട്ടോ. അപ്പം ഇന്ന് റെക്കോർഡ് ചെയ്തപ്പോൾ ചെറുതായിട്ട് ഓൺ വോയിസ് വന്നതുകൊണ്ട് ഞങ്ങളിവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൗണ്ടിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ യാച്ചുവിന്റെ സൗണ്ട് മൊത്തത്തിൽ കേൾക്കാനായിരുന്നു. നീ കാരണമാ, നിന്റെ സൗണ്ടായി ഇപ്പൊ കേൾക്കുന്ന മൊത്തം. ഷോറി പറ എല്ലാരോടും. പിന്നെ യാച്ചിന് വേണോ ഇത്? അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. എപ്പോഴും ഒത്തിരി സാധനങ്ങൾ കാണും. ഞങ്ങൾ തന്നെത്താനെ കുക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത്. പിന്നെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതും കൊണ്ടുവരാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. ഇവൻ ടാറ്റ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു. അപ്പം ബൈ.